അപ്പൊ ഫോക്കസ് ഏരിയ ഉണ്ടോ അതോ ഫോക്കസ് ഏരിയ ഇല്ലേ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു ഇത്രയും ദിവസം നിങ്ങൾ. അപ്പൊ ഫൈനലി കൺഫേം ആയിട്ടുണ്ട്, ഫോക്കസ് ഏരിയ ഉണ്ട്. അപ്പൊ ഇനിയിപ്പോ എളുപ്പമായി നമ്മുടെ കാര്യങ്ങളൊക്കെ. അപ്പൊ കഴിഞ്ഞ തവണത്തെ പോലെ 40% പോർഷൻസ് ആണോ ഇൻക്ലൂഡ് ആവുക, അതോ 60% ആണോ ഇത്തവണ എന്നുള്ളൊരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അതെന്തോ ആയിക്കോട്ടെ, നമുക്ക് ഇനിയിപ്പം നമ്മുടെ സ്റ്റഡീസ് എളുപ്പമായി. ഫോക്കസ് ഏരിയ വെച്ചിട്ട് പഠിച്ചാൽ മതി. ഇനിയിപ്പോ ഫോക്കസ് ഏരിയ ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് പഠിക്കാതിരിക്കരുത്. നമ്മൾ നമ്മുടെ പ്രിപ്പറേഷൻസ് അങ്ങനെ തന്നെ കൊണ്ടുപോവുക. അപ്പൊ ഫോക്കസ് ഏരിയ വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഫോക്കസ് ഏരിയ ഫോക്കസ് ചെയ്ത് പഠിച്ച് സിമ്പിൾ ആയിട്ട് നല്ലോണം മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ഫോക്കസ് ഏരിയയുടെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഇനി ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് ഓൾ ആക്കി വെക്കുക. അപ്പോഴാണ് നമ്മൾ പുതിയ പുതിയ അപ്ഡേറ്റ്സും പുതിയ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുക. അപ്പൊ ഇനി നമുക്ക് ഫുൾ കൂൾ ആയിട്ട് പഠിക്കാം. ഫോക്കസ് ഏരിയ ഉണ്ടെന്ന് ഫൈനലി കൺഫേം ആയി. Exam winner. Crack your exams with Exam Winner and be a true winner.